ഉറക്കം വന്ന് തൂങ്ങുക. മണി 11:30. എല്ലാരും എന്നോട് എപ്പോഴും പറയില്ലേ അവർക്കും വേണ്ടേന്നാ. ഉറക്കം വന്ന് തൂങ്ങുക. മണി 11:30 രാത്രി. സമയം കാണിച്ചു തരാം. അത് തന്നെ കണ്ടോ. 27 ഇന്നാ. 27 വെള്ളിയാഴ്ച. തെക്കും വെളിവും എല്ലാം പോയി. ഇത്രയും സമയമായി. അതോടുകൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കക്കപ്പ ഇന്ന് കിട്ടി, വാങ്ങിച്ചു. ഇത് ഒരു പാക്കറ്റിന് 120 രൂപയാന്ന് അപ്പ പറഞ്ഞത്. അത് മാർജിൻ ഫ്രീയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ നാളായിട്ട് അവിടെ അന്വേഷിച്ചുകൊണ്ടായിരിക്കണം. ഇത്തവണ വന്നില്ല എന്ന് പറഞ്ഞ. അപ്പൊ ആ കടച്ചക്ക മേടിച്ച് ജോർജേട്ടന്റെ കടയിൽ നിന്നാണ് അപ്പം മേടിച്ചോണ്ട് വന്നത്. അവിടെ കണ്ടപ്പോഴേ ചാടി വീണു. അപ്പൊ ഇത് നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് നാളെ രാവിലെ കുതിരാനിടണം. കുതിരാനിട്ട് കഴിഞ്ഞാൽ സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ രാത്രിയിൽ കുതിർത്തി വെച്ച് കാലത്തെ എടുത്ത് വേവിക്കാറുണ്ട്. നാളെ ഇപ്പൊ കാലത്തെ വേവിക്കാൻ ടൈം കിട്ടൂല. അത് കാരണം നാളെ രാവിലെ വെള്ളത്തിൽ ഇട്ടേച്ച് നമുക്ക് വൈകിട്ട് വേവിക്കാം. നാളെ ഉണക്കക്കപ്പ വേവിച്ചതും ഉണക്കമീൻ വറുത്തതും. പച്ചമീനില്ല, എല്ലാം ഉണക്കിയ. നാളെ കൊഴുവ എടുക്കുവോ? കൊഴുവ എടുക്കണമെങ്കിൽ കൊഴുവ എടുക്കാം. ഇപ്പൊ ഇത് നോക്കിക്കേ, നല്ല ഫ്രഷാ, നല്ല കപ്പ. കണ്ടറിയാം. ഈ മഴക്കാലത്തെ ഒരു ഫേമസ് ആണിത് ഉണക്കക്കപ്പ. ഇത്തവണ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയായിരുന്നു. ഇപ്പൊ മഴയും നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പൊ അപ്രതീക്ഷിതമായിട്ടാ ഇതവിടെ കണ്ടത്. ഇപ്പൊ എങ്ങനെ മേടിച്ചോണ്ട് വന്നത്. ഇപ്പൊ തന്നെ മഴയായി കഴിഞ്ഞു. അതെ, മഴ ഇന്ന് പകല് കുറച്ച് തുറന്നു കിട്ടി. രാത്രിയിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അധികം സമയം വർത്താനം പറയാൻ പറ്റില്ല. കാരണം ഉറക്കം തൂങ്ങിയ ഒരു സുഖമില്ല, മുഖഭാവം ഒന്നും. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി കപ്പ വേവിക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം. ശരി. കുതിർത്താൻ എന്തായാലും ഇടണോ അല്ലേ? രാത്രിയിൽ ഇട്ട് കാലത്താ എടുക്കണ്ടേന്ന്. അപ്പൊ ഞാൻ രാത്രിയിൽ ഇടണില്ല, കാലത്തെ വെക്കാൻ അസൗകര്യാന്ന് പറഞ്ഞില്ലേ. അപ്പൊ കാലത്തെ ഇട്ട് വൈകിട്ട് എടുത്ത് വേവിക്കും. അപ്പൊ വൈകിട്ട് വേവിക്കുമ്പോ പിടിക്കാം. ഓക്കെ, ആ കൂടെ ഇത് കാണിച്ചാ മതി, കപ്പ വേവിക്കണ കൂടെ. കുഴപ്പമില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇനി ഞാൻ പുറത്തെ മഴയൊന്ന് കാണിച്ചു തരാം കേട്ടോ. വേഗണ്ട. മഴയുടെ ശബ്ദം കേക്കുന്നുണ്ടോ? നല്ല കാറ്റാ, തണുത്ത കാറ്റ്, വിറയ്ക്കണ കാറ്റ്, തണുപ്പ് കാറ്റാ. ഇത് ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല ഭംഗിയാണ്. രണ്ടെണ്ണം പറിച്ചു. അതിന്റെ ഇത് തുടങ്ങി, അതിന്റെ ആ ചെടി പ്ലാന്റ് വീക്കായി തുടങ്ങി. കണ്ടത് അതിന്റെ ചോട് കണ്ട. ഇതെന്താ പറിക്കുന്നത്? അതിന്റെ അടിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു. മുളക് കാണണമെങ്കിൽ അതിന്റെ അടിയിൽ നിന്ന് എടുക്കണം. അത് ഞാൻ എടുത്തു. അടിയിന്ന് എടുത്തേ. പടമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തു. ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗി അത് കാണാൻ. അതിലൊരു കേടുമില്ല. ആവശ്യത്തിന് പറിച്ചെടുത്താൽ മതി, വാട്ടിക്കളയണ്ടല്ലോ എന്നോർത്തല്ലോ. ഇത് എത്ര എണ്ണ താഴെ വീണ് കിടക്കണേ? ആകപ്പാടെ 3, 4, 5 പാഷൻ ഫ്രൂട്ട് അതില് വിരിഞ്ഞ് കണ്ടോളൂ. പൂ കുത്തിയാക്കണ കണ്ടത്. 2 അവിടെ കിടക്കണ ഞാൻ കണ്ട. കറിവേപ്പയില് ചൂണ്ടി കിടപ്പുണ്ട്. ഇന്നലെ നോക്കിയപ്പോ 2 വീണ് കിടപ്പുണ്ടായിരുന്നു. പച്ച അണ്ണാൻ കടിക്കണതാ. പിന്നെ ഒരു കുഞ്ഞതും ഇപ്പൊ ഇന്ന് വീണിട്ടുണ്ട്. അപ്പൊ എല്ലാരും എന്നോട് എപ്പോഴും പറയില്ലേ അവർക്കും വേണ്ടേന്ന്. അവർക്ക് വേണം. 2 അതിൽ കിടപ്പുണ്ട്. അതും കൊത്തി വീഴിക്കുമെന്ന് അറിയില്ല. ഇതിപ്പോ അവർക്ക് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഈ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി കഴിഞ്ഞ കൊല്ലത്തോലെ കിടന്നു കഴിഞ്ഞാൽ ഈ കൊമ്പയില് ഇങ്ങനെ തൂങ്ങി അവർക്ക് അതിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ട് അത് കിട്ടും. പക്ഷെ കറിവേപ്പയിലെല്ലാം ഒരുമാതിരി ഉള്ളതെല്ലാം അവര് അമ്മയ്ക്കും. അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. കേട്ടോ, ഞാനിത് കണ്ടപ്പോ ഒന്ന് പറഞ്ഞതാ. ഓക്കേ, ഉണക്കക്കപ്പ. ഒരു ശരിക്കും ഞാൻ പറഞ്ഞില്ലേ 10 മണിക്കൂറെങ്കിലും കിടന്നാലേ ശരിക്കും കുതിരുവോളൂ. ഇതിപ്പോ ഞാൻ രാവിലെ 7 മണിയായപ്പോ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഉണക്കക്കപ്പയുടെ പാക്കറ്റ് നിങ്ങളെ കാണിച്ചല്ലോ. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഉണക്കക്കപ്പയാട്ടോ. അപ്പൊ ഇനിയിപ്പൊ വേവിക്കുന്ന വീഡിയോ ഷോർട്ടായിട്ടൊരു ക്ലിപ്പിങ് കാണിക്കാം കേട്ടോ. ഉണക്കക്കപ്പ വേവിച്ചതും ഉണക്ക കൊഴുവ വറുത്തതും ഇന്ന് വൈകിട്ട് അടിപൊളിയായിരിക്കും. ഒരു 5-5 കേട്ടോ ശരിയാക്കാൻ പറ്റുള്ളൂ. കാരണം കുതിർന്നു വന്ന 7-നല്ലേ ഇട്ടതാ. അടിപൊളിയായിരിക്കും. എനിക്ക് മീൻചാറാ ഇഷ്ടം, നിവൃത്തിയില്ല. പിന്നെ വെളുത്തുള്ളി പിക്കിളുണ്ട്. അപ്പൊ പിന്നെ ഒന്നും വേണ്ട, കൊണ്ട വെച്ചേക്കട്ടെ. അപ്പറേ കരിയിട്ട് വെച്ചേക്കാം. കൊണ്ടോക്കൂ.
മൂടി വയ്ക്കണതാ. ഇനി ചീരയുടെ ഇത് കൊണ്ട് കളഞ്ഞേച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഉണക്കക്കപ്പയല്ല ഇതിനോടൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. ആ കപ്പ ഒരു ഇന്ന് രാവിലെ 7 മണി, ഇപ്പം 4:30 ആയി കേട്ടോ. അത്രയും സമയം വെള്ളത്തിലിട്ട് കുതിർത്തിയതാ. കുതിർത്തിയിട്ട് ഞാൻ കഴുകി വാരി വെച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി നെകക്ക വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുക. ഇത് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് പച്ചക്കപ്പ കുഴയും പോലെ കുഴയൂല കേട്ടോ. ഉണക്കക്കപ്പയല്ലേ എത്രയായാലും. കുതിർത്തിയത് എത്രയും സമയമെങ്കിലും ഞാൻ പറയുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച്, ചെറിയ കുക്കറിലുള്ളതേ ഉള്ളതാ ഇതെടുത്തത്, മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 4 വിസിൽ അടുപ്പിക്കാം എന്തായാലും, ഉണക്കിയല്ലേ. അപ്പൊ ഇത് വേവിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒതുക്കിയും വെക്കാം. തേങ്ങയിൽ തേങ്ങ, 1 തരി ജീരകം, 2 തരം ഉള്ളി, ഇച്ചിരി മുളക് പൊടി, എരിവ് മുളക് പൊടി ഇത്രയും ചേർത്ത് ഒതുക്കിയാൽ മതി. കപ്പയ്ക്ക് സാധാരണ കപ്പയ്ക്ക് ചെയ്യും പോലെ. ഈ വീഡിയോ ഇത് ഉണക്കക്കപ്പയുടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞതാ കേട്ടോ. അപ്പം അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പ കഴിക്കാം. വെളുത്തുള്ളി പിക്കിളും ഉണ്ട്, കുഴുവ വറുത്തതും ഉണ്ട്. കുഴുവ വറുത്തത് വലിയ കോമ്പിനേഷൻ അല്ല, വെളുത്തുള്ളി പിക്കിളായിരിക്കും നല്ലത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ആവി വരട്ടെ, എന്നിട്ട് നമുക്ക് വെയിറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇപ്പം മണി 4:45, ചായ കുടി കഴിഞ്ഞ് കാണുമല്ലോ. ഞങ്ങൾ 4 മണി 3:30 ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് 5:30 ആകുമ്പോഴത്തേക്ക് ഇതാക്കണം എന്നാണ് മനസ്സിലിരിക്കുന്നത്. കാര്യം മഴ പെയ്യുന്നുണ്ട്, കാറ്റ് വന്നുണ്ടെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് വേഗം വന്നുണ്ട് കേട്ടോ. കറണ്ട് ഇല്ലെങ്കിൽ മിക്സിയും മോട്ടറൊന്നും പ്രവർത്തിക്കില്ല. വെളിച്ചം നമുക്ക് കാണാം, മറ്റേ ബാറ്ററിയുടെ ഇതുള്ളത് കൊണ്ട്. പക്ഷേ മിക്സി ഇതൊന്നും പ്രവർത്തിപ്പിക്കണ ഇതല്ല ഞങ്ങളുടെ. അപ്പം ഞാൻ പറഞ്ഞത് അത് കാരണം ഇത് കറണ്ടിൻ്റെ ഇത് നോക്കി ഞങ്ങൾ എപ്പോഴും അരയ്ക്കാനോ ഒതുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി ആദ്യം വെക്കും, അല്ലെങ്കിൽ വിഷയമല്ലേ അത് കാരണം. അപ്പോൾ ഓക്കെ, ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശ്രമത്തിലായിരിക്കും. മഴയായതുകൊണ്ട് എല്ലാവരും ഒക്കെ അകത്തങ്ങനെ ഇരിപ്പായിരിക്കും അല്ലേ. പിന്നെ ജോലിക്കാരെ സംബന്ധിച്ച് അതൊന്നും നടക്കൂലല്ലോ. അവർക്ക് മഴയാ വെയിലാന്നും പറഞ്ഞ് നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓക്കെ എന്നാ. അപ്പം ദേ ഞാനൊരു 5 വിസിലോളം അടുപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തു. അതിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ തേങ്ങ, ജീരകം, 2 തരം ഉള്ളി, എരിവ് മുളക് പൊടി അത്രയും മിക്സ് ചെയ്തൊന്ന് ഒതുക്കി വെച്ച് ഞാൻ ഇതിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെള്ളം വറ്റിക്കുന്നവരെ ഗ്യാസൊന്നും പോട്ടെ, കുക്കർ തുറന്നു വെച്ചങ്ങ് വേവിക്കാം കേട്ടോ. അപ്പം അരപ്പും വെന്തോളും കപ്പയായിക്കോളും, റെഡി ആയിക്കോളും. അതാണ്. കേട്ടില്ല, ഇനി വേവിക്കണം നമുക്ക്. അരപ്പ് വേവിക്കണം. ഇച്ചിരി വേപ്പിലയും കൂടെ ഇടാം, കാരണം തുറന്നു വെക്കും. ഞാൻ അടയ്ക്കണില്ല, അപ്പം പിന്നെ വേപ്പില ഇട്ടാൽ തകരാറില്ല. അടച്ചാലാണ് വേപ്പില ഇട്ടാൽ പ്രശ്നം, അടഞ്ഞു പോണത്. ഈ എയർ പോണേ ഹോളിൽ വന്ന് വേപ്പില ഇരിക്കുമെന്നല്ലേ പറയണത്. ഞാൻ ഇപ്പം അത് കാരണം ചെയ്യാറില്ല. വ്യൂവേഴ്സ് പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്യാതെ അതിനു മുമ്പ് ഞാൻ ചെയ്യുമായിരുന്നു. 5 മണി അല്ലേ? അതെ. അപ്പം അതേ നമ്മുടെ ഉണക്കക്കപ്പ വേവിച്ച് വേണ്ട റെഡിയായി. ഉപ്പ് ഇച്ചിരി പോരായി ഉണ്ടായിരുന്നു, ഉപ്പൊക്കെ ചേർത്തു. സംഗതി ഓക്കെ ആയി കേട്ടോ. കുഴഞ്ഞെങ്കിലും പച്ചക്കപ്പ പോലെ അതുപോലെ വരൂല, ഒരു അലിഞ്ഞു ചേരുന്നത് കുറവാണ്. അതെന്നാന്ന് വെച്ചാ എത്രയായാലും ഉണക്കിയല്ലേ, നമ്മളെ എത്ര കുതിർത്തിയാലും അതിനകത്തേക്ക് ഉണക്ക ചെമ്മീനാണെങ്കിലും പച്ച ചെമ്മീനും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല. അതുപോലെ ഉണക്കി അതിലേക്ക് ഒന്നും ഇറങ്ങൂല. അതെ, ഇതിലേക്ക് യോജിച്ചിരിക്കും, പക്ഷെ മറ്റതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങി കിട്ടൂല. അത്രേ ഉള്ളൂ. കാര്യം നന്നായിട്ട് കുതിർത്തി മാത്രമേ ഇത് വേവിക്കാവുള്ളൂ. കടലയും പയറും ഒക്കെ നമ്മൾ കുതിരൂല, അതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തണം, അങ്ങനെയാണ്. പക്ഷെ പണ്ടൊക്കെ വീടുകളിൽ ഇവിടെ ഉണ്ടായിരുന്നായിരിക്കും, ഇവിടുത്തെ ഞാൻ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ സ്ഥിര കൃഷിയും പണിയുള്ളതുകൊണ്ട് ഇവിടെയും കൃഷി വല്ല കുടുംബമാണല്ലോ, അതുകൊണ്ട് ഉണ്ടാവും. ഈ വേനൽക്കാലത്ത് കപ്പ ഇങ്ങനെ മലകളിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ കപ്പയെല്ലാം പറിച്ചുകൊണ്ട് വന്നേച്ച് ചെമ്പിനകത്തിട്ടാണ് വാട്ടണത്. തൊണ്ട് കളഞ്ഞേച്ച് നമ്മളല്ല, പണിയണ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും, ചേച്ചിമാരും ഒക്കെ കൂടെ. അവര് ഇങ്ങനെ ഈ ഇട്ട് അരിഞ്ഞ് വെച്ച് ഈ ഇങ്ങനെ വട്ടത്തിലാണ്, ഇങ്ങനെ നീളത്തിലരിയൽ അവിടെ കുറവാണ്, വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് അത് ചെമ്പിലെ തിളച്ച വെള്ളത്തിലേക്ക് ഇടും. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടേച്ച് വാട്ടിയേച്ച് അതിങ്ങനെ ഈ വലിയ ഇരുമ്പിൻ്റെ കയ്യിലും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ചൂരക്കൊട്ടയിലാണോ കോരണേന്നൊരു സംശയമുണ്ട്. കൊട്ടയിൽ കോരി വെള്ളം വാർത്തേച്ച് ഈ പനമ്പിലേക്ക് ഇടണം ഉണക്കാൻ. വേനൽക്കാലത്ത് പനമ്പിലേക്ക് ഇട്ട് ഉണക്കി കെട്ടിവെക്കണേ പ്ലാസ്റ്റിക് ചാക്കിനകത്താ, അല്ലെങ്കിൽ ചണച്ചാക്കിനകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരിയൊന്നും അല്ല, ഈ രാവിലെ മഴക്കാലം തുടങ്ങുമ്പോൾ റബ്ബർ തോട്ടത്തിലും തെങ്ങും പറമ്പിലൊക്കെ പണി തുടങ്ങുമ്പോൾ അവർക്ക് കഞ്ഞിയുടെ കൂടെ കൊടുക്കണത് ഉണക്കക്കപ്പ വേവിച്ചതാ. അങ്ങനെ അപ്പം അതാ.
പിന്നെ കഞ്ഞി ഉണ്ടാവും, എന്തെങ്കിലും ഒരു കറി കാണും. മിക്കവാറും മാങ്ങാത്തിലും ചെമ്മീനും ആണ് കറി. അങ്ങനെ എന്തെങ്കിലും ഒരു കറിയും കൂട്ടിയാണ് അന്ന് അവര് രാവിലെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഇഷ്ടം പോലെ വേണത് അവരെ കൊണ്ട് തന്നെ പറപ്പിച്ച് ഉണക്കി വാട്ടി, കപ്പ വാട്ടി പനമ്പയിലിട്ട് ഉണക്കി ചാക്കി കെട്ടി വെക്കുക. എന്നിട്ട് തലേ ദിവസം എൻ്റെ ദൈവമേ കുറേ എടുത്ത് ഏതാണ്ടൊക്കെ അളവൊക്കെ ഉണ്ട്, എനിക്കതറിയില്ല. അമ്മയെടുത്ത് ഇങ്ങനെ വെള്ളത്തിലിടും. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് എലിമാമ വന്നേച്ചാണ് പുറത്ത് തീ കൂട്ടിയേച്ചാണ് കപ്പ വേവിക്കണത്. അകത്തെ അടുപ്പിൽ കഞ്ഞി വേവിക്കണം, പിന്നെ കറി ഉണ്ടാക്കണം. 9 മണിയാകുമ്പോഴത്തേക്കും വേണം സംഗതി ശരിയാവണം. അതിനു വേണ്ടി ഉച്ചവരെ പണിയണോളൂ. അന്നത്തെ കാലഘട്ടമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം ഇപ്പം ചില വീടുകളിലൊക്കെ ഇപ്പോഴും കപ്പ ഉണങ്ങണ വീടുകളുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയണില്ല. കിഴക്കോട്ടൊക്കെ കൂടുതലുണ്ടാവും, ഇവിടെയൊന്നും അങ്ങനെ ഉണങ്ങലില്ല കേട്ടോ. നമ്മളിപ്പോൾ മേടിക്കുക. കഴിഞ്ഞ പോലൊക്കെ തിരുമറിയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു, അവിടെയും ഉണങ്ങലില്ല. വേറെ ഏതോ വീട്ടിൽ ഉണങ്ങിയത് മേടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ്. തോന്നുന്നു ഇവിടെ ഇപ്പം നമുക്ക് പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയത് കാരണം സൗകര്യത. ഇതാണ് ഉണക്കക്കപ്പ, ഉണക്കക്കപ്പയുടെ ലാസ്റ്റ് ഫോം. ഇത് അമ്മയ്ക്കാണ് എടുക്കണേ. ഇതേത് എൻ്റെ ആട്ടോ. വെളുത്തുള്ളി പിക്കിൾ. എനിക്ക് മീനും വേണ്ട, പിക്കിളും വേണ്ട. ആഹാ, മീൻചാറാ ഇഷ്ടം, അതിപ്പോ ഇല്ലല്ലോ. ഓ, അതില്ലെങ്കിൽ അമ്മയ്ക്ക് പിടുത്താല. കഴിക്കാം. മഴയില്ല, ഉണ്ടെന്ന് വിചാരിച്ച അങ്ങ് കഴിക്കാം. ചിലപ്പോ നിങ്ങളിത് കാണുമ്പോ നല്ല മഴയായിരിക്കും കേട്ടോ. അപ്പൊ ആവി പറക്കണ ചൂടോടുകൂടി കഴിക്കാം. നല്ലതാ, കപ്പ നല്ലതായിരുന്നത്. അതെ, കണ്ടാൽ തന്നെ അറിയാതെ. കഴുകി വെക്കട്ടെ കേട്ടോ. കിളി അംഗീകരിച്ചു. വെയിലിന് സൂര്യാസ്തമയായി, എന്നാലും അവർ ആഹ്ലാദിക്കുക. മഴ മാറി നിൽക്കണോണ്ടല്ലേ. വൈകുന്നേരം ഇപ്പം നല്ലൊന്ന് തിമിർത്ത് പെയ്തായിരുന്നു, പക്ഷെ മഴ കുറവായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. വെയിൽ അങ്ങനെ അധികം തെളിയുന്നില്ല. വെയിലില്ല, ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട ഈ സമയത്തൊക്കെ കാലാവസ്ഥ. എനിക്ക് നമ്മുടെ പച്ചക്കപ്പയേക്കാൾ ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ഉണക്കക്കപ്പയോടാണ് കേട്ടോ. കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക രുചിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സാധാരണ മീൻകറി കൂട്ടിയാണ് നമ്മൾ കഴിക്കാറുള്ളത്, പക്ഷെ അന്ന് അവിടെ മീൻകറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അതിന് പകരം ഞാൻ വെളുത്തുള്ളി പിക്കിളും പിന്നെ ഉണക്കമീൻ വറുത്തതുമാണ് അതിൻ്റെ കൂടെ കൂട്ടിയത് കേട്ടോ. അമ്മ ഇടയ്ക്ക് പറയാറുണ്ട് ഉണക്കമീൻ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണക്കമീൻ വറുത്തത് എങ്ങനെയുണ്ട്, അതിൻ്റെ കോമ്പിനേഷൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിച്ചതാണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണക്കക്കപ്പ പുഴുക്കിന് നല്ല രുചിയായിരുന്നു, അത് കാരണം അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. മീൻകറി തന്നെയാണ് ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ കേട്ടോ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾ ഉണക്കമീൻ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നല്ല രസമാണ് ഈ ഉണക്കക്കപ്പ പുഴുക്ക് കഴിക്കാനായിട്ട്. ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല, വളരെ കുറച്ചേ കഴിക്കുള്ളൂ. കാരണം ഈ കപ്പയൊക്കെ നമ്മൾ വയറിൽ കഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഹെവി ആയിട്ടങ്ങ് കിടക്കും. പ്രത്യേകിച്ച് ഉണക്കക്കപ്പയൊക്കെ ആകുമ്പോൾ ശരിക്കും വയറിൽ ചെന്ന് കഴിയുമ്പോൾ അത് കുതിരുമെന്നാണ് അമ്മ പറയണത്. അപ്പോൾ അധികം കഴിക്കരുതെന്ന് പറയും. അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. എന്നിരുന്നാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ മഴയുണ്ടായില്ല.